ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഡെയിലി 2 മണിക്കൂർ അല്ലെങ്കിൽ 62 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓഫീസിലെ സ്ട്രെസ്ഫുള്ളായ 9 മണിക്കൂർ ജോലി, ചിലപ്പോൾ അത് 10 മണിക്കൂറും 12 മണിക്കൂർ വരെ നീളാറുണ്ട്. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, റേസിംഗ് എ 4-year-old കിഡ്. ഞാൻ വീടെത്തുമ്പോൾ ഫുൾ ടയർഡാണ്. എനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ജീവിക്കാനോ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എപ്പോൾ തൊട്ട് എൻ്റെ ഈവനിങ്സ് ഒപ്റ്റിമൈസ് ചെയ്യാൻ തുടങ്ങിയോ അതിനുശേഷം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം ഈ യൂട്യൂബ് ചാനൽ നന്നായി മാനേജ് ചെയ്യുന്നുണ്ട്. ട്രക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പുതിയ കോഴ്സസ് പഠിക്കുന്നുണ്ട്. ഫാമിലിയോടൊപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും വെറുതെ വർക്ക് വീട് എന്ന് മാത്രമല്ലാതെ നിങ്ങൾക്കും ആഗ്രഹമുള്ള പോലത്തെ ഒരു ലൈഫ് എന്നത്. നിങ്ങൾക്കൊരു സൈഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പുതിയൊരു സ്കില്ല് പഠിക്കണം, ഓർ ബുക്സ് വായിക്കണം, എഴുതണം, ഓർ ഈവനിങ് ചുമ്മാ വേസ്റ്റ് ആക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് പോയിന്റ് ഈസ് റീസെറ്റ് യുവർ ഈവനിങ് റൊട്ടീൻ ഫോർ സക്സസ്. നമ്മുടെ മൂഡാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതല്ലേ. ടയർഡാണോ എങ്കിൽ ഇപ്പോൾ ചെയ്യാനുള്ളതെന്ന് ഇപ്പോൾ ചെയ്യേണ്ട, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് കരുതുക. സ്ട്രെസ്ഡ് ആണോ എങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് നേരം സ്ക്രോൾ ചെയ്ത് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങുക, പിറ്റേ ദിവസം എണീച്ചിട്ട് പിന്നെ ഇതേ കാര്യം തന്നെ തുടരുക. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എൻ്റെയും ശീലം. പക്ഷേ ഒരിക്കലും നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ ആക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ വിടരുത്. അടുത്ത പ്രാവശ്യം തൊട്ട് ഞാൻ ഒരുപാട് ടയർഡാണ്, ഞാൻ ഇതിപ്പോൾ ചെയ്യുന്നില്ല, നാളെ ചെയ്യാം എന്ന് കരുതാതെ ഞാൻ ടയർഡാണ് എന്നാലും ഞാൻ ഇതിപ്പോൾ തന്നെ ചെയ്യും എന്ന് കരുതുക. സോ നിങ്ങളുടെ മൂഡ് നിങ്ങളുടെ ആക്ഷൻസിനെ തീരുമാനിക്കാൻ വിടാതെ നിങ്ങൾ തന്നെ കുറച്ചൊന്ന് പുഷ് ചെയ്താൽ കുറേ ടൈം കഴിയുമ്പോൾ അത് നിങ്ങളുടെ തന്നെ ഒരു ശീലമായി മാറും. സോ മടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു 5 മിനിറ്റെങ്കിലും ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുക. സെക്കൻഡ് പോയിന്റ് ഈസ് ഫിക്സ് ദ ഇക്വേഷൻ ഓഫ് യുവർ ലൈഫ് ഫോർ മോർ ഫ്രീ ടൈം. ബജറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ. നമ്മുടെ പണമെല്ലാം ഫണ്ടമെന്റൽ, ഫൺ, ഫ്യൂച്ചർ എന്നീ 3 ബക്കറ്റ്സിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ടൈമും. അതിന് 3 ബക്കറ്റ്സ് ഉണ്ട്. ഫണ്ടമെന്റൽസ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി, വീട് വൃത്തിയാക്കൽ, കുക്കിംഗ്, ഓഫീസിനായി പോകുന്ന യാത്ര, നിങ്ങളുടെ ഉറക്കം, റെസ്റ്റ് എടുക്കൽ, ഇതെല്ലാം ഫണ്ടമെന്റൽസിൽ പെടുന്നതാണ്. ഫൺ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്സിനായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സിനിമ കാണുക, നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യുക, പുറത്തു പോവുക, ഫുഡ് കഴിക്കുക, ഇതിനൊക്കെ എടുക്കുന്ന ടൈം. ഫ്യൂച്ചർ നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് പുതിയ സ്കിൽസ് നേടുക, സൈഡ് വർക്ക്സ് ചെയ്യുക, എക്സസൈസസ്, ഗ്രൂമിങ്, ഇതിനൊക്കെ എടുക്കുന്ന ടൈം. ഇതെല്ലാം ഫ്യൂച്ചറിൽ പെടുന്നതാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മിക്കവരും ഇതിൽ ഫണ്ടമെൻ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. സോ അവർക്ക് ഫൺ ഓർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ നമുക്കൊരു കാര്യം ചെയ്യാനാവും, ഒപ്റ്റിമൈസേഷൻ. അതായത് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ടാസ്ക് ഒക്കെ തീർക്കാനായിട്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബാച്ചിങ്. അതായത് ഒരുപോലത്തെ ടാസ്ക് എല്ലാം ബാച്ച് ചെയ്ത് ഒരേ സമയം തന്നെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ലൈക്ക് ഇപ്പോൾ ഈ യൂട്യൂബിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ വീഡിയോസിൻ്റെ ഐഡിയാസ് എല്ലാം പ്ലാൻ ചെയ്യുന്നതും സ്ക്രിപ്റ്റ് വർക്ക്സും ഒക്കെ ഒരൊറ്റ സിറ്റിങ്ങിൽ തന്നെ തീർക്കും. അതിനായി ഇരിക്കുന്ന ടൈം ഒന്നിൽ കൂടുതൽ സ്ക്രിപ്റ്റ്സ് എഴുതി തീർക്കുക. ഷൂട്ടിങ്ങിൻ്റെ ടൈം സെയിം ഡേയിൽ തന്നെ 2-3 വീഡിയോസ് തീർക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ടാസ്കുകളൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനാവും. സോ നിങ്ങൾക്കും ഇങ്ങനെ പ്ലാൻ ചെയ്യാം. അത് ഇപ്പോൾ ഹൗസ് ക്ലീനിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഡ്രസ് ഓർ ഡിഷ് വാഷിങ്ങിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും എല്ലാം ഇങ്ങനെ ടൈം ബ്ലോക്സ് പ്ലാൻ ചെയ്തിട്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്ത് തരാൻ ഹെൽപ്പ് ചെയ്യും. തേർഡ് പോയിന്റ് ഈസ് റീതിങ്ക് വെയർ യു ഗോ ഫസ്റ്റ് ആഫ്റ്റർ യുവർ വർക്ക്. ഒരുപാട് നാൾ ഇതായിരുന്നു എൻ്റെ ഈവനിങ് റൊട്ടീൻ. ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറി ഡ്രസ്സ് മാറ്റി ഒരു സ്നാക്സ് എടുത്ത് നേരെ സോഫയിൽ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ കയറിയിരുന്നു. അങ്ങനെ ഇരുന്നാൽ ഗെയിം ഓഫ്. ആ 5 മിനിറ്റിൻ്റെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇൻസ്റ്റാഗ്രാം എടുക്കുന്നത് ചിലപ്പോൾ 2 മണിക്കൂറത്തെ ഡൂം സ്ക്രോളിംഗ് ആയി മാറിയിട്ടുണ്ടാവും. ഒരു ദിവസം ഓഫീസിൽ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് പുറത്ത് സ്റ്റാർബക്സിൽ ഞാനൊന്ന് പോയി. ആ സമയത്ത് എനിക്ക് വെറുതെ എൻ്റെ അടുത്തൊരു യൂട്യൂബ് വീഡിയോയുടെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി തോന്നി. ചുമ്മാ എടുത്ത് എഴുതി തുടങ്ങിയപ്പോൾ ഒന്നും ഓർക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ ഇരുന്ന് മൾട്ടിപ്പിൾ സ്ക്രിപ്റ്റ്സ് ഒക്കെ എഴുതി തീർക്കാനെ കൊണ്ട് കഴിഞ്ഞു. പല ആഴ്ചകളായി ഞാൻ എഴുതി തീർക്കണമെന്ന് കരുതിയവ. പ്രോബ്ലം എന്നാൽ നമുക്ക് ടൈം ഇല്ലാത്തൊന്നുമില്ല. നമ്മുടെ ബാഡ് റൊട്ടീൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. സോ എൻ്റെ വൈകുന്നേരങ്ങളിൽ ഞാൻ വെറുതെ വീട്ടിൽ പോയിട്ട് ചുമ്മാ ഡൂം സ്ക്രോൾ ചെയ്യാതെ ഇതേപോലെ പ്രൊഡക്റ്റീവായിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്നിട്ട് എൻ്റെ പേഴ്സണലി ചെയ്ത് തീർക്കാനുള്ള വർക്കൊക്കെ ചെയ്ത് തീർക്കുക. അതുവഴി എനിക്ക് ഒരുപാട് ഫോക്കസും പ്രൊഡക്ടിവിറ്റി എല്ലാം കിട്ടുന്നുണ്ട്. 4th പോയിന്റ് ഈസ് മേക്ക് ദ മോസ്റ്റ് ഓഫ് യുവർ പീക്ക് എനർജി അവേഴ്സ്. ഒരു ദിവസത്തെ എല്ലാ നേരവും നമുക്ക് വർക്കൊന്നും ചെയ്യാനാവില്ല. ചില സമയം നമുക്ക് ഒരുപാട് പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കും, ചില സമയത്ത് അത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല നമ്മൾ. സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ മെൻ്റൽ എനർജി അൺലിമിറ്റഡ് ഒന്നും അല്ല എന്നാണ്. ചിലപ്പോൾ ഈവനിങ് ആകുമ്പോൾ നമ്മൾ ടയർഡാവും, ഡിസ്ട്രാക്ഷൻസ് കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻ ഫെറ്റീഗ്സ് കൊണ്ടും ഒക്കെ നമ്മൾ ടയർഡായിട്ടുണ്ടാവും. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും അങ്ങനെ ആ ടയർഡായിരിക്കുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയണമെന്നില്ല. ഒരുപാട് നാൾ ഞാൻ കരുതിയിരുന്നത് ഞാൻ ഒരു നൈറ്റ് ഓൾ അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയിലാണ് ഞാൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ആദ്യത്തെ 30 മിനിറ്റിൽ തന്നെ ഇത്തരം ക്രിയേറ്റീവായിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് രാത്രിയിൽ ചിലപ്പോൾ 2 മണിക്കൂർ എടുത്ത് ചെയ്തിരുന്ന ആ ജോലികൾ ചിലപ്പോൾ എനിക്ക് രാവിലത്തെ ആ ഒരു 30 മിനിറ്റിൽ തന്നെ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പീക്ക് എനർജി ഉള്ള ടൈം ഏതാണെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ടൈമിൽ തന്നെ ഇത്തരം ബാച്ചായിട്ടുള്ള കംപ്ലീറ്റ് ഉള്ള ടാസ്കുകളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രൊട്ടക്റ്റ് യുവർ എനർജി ഫസ്റ്റ്. നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഹെൽത്തിയായി ഫീൽ ഗുഡ് ആയിരിക്കണം. സ്റ്റഡീസ് പറയുന്നത് ഉറക്കമില്ലായ്മയും ശരിയായി ആഹാരം കഴിക്കാത്തതും നമ്മുടെ ഫോക്കസ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് വിൽ പവർ എല്ലാത്തിനെയും ബാധിക്കുമെന്നാണ്. ഉറക്കം കളഞ്ഞ് ജോലിക്കിരിക്കുക, ആഹാരം സ്കിപ്പ് ചെയ്യുക, ദിവസം മുഴുവൻ കോഫി കുടിച്ചിട്ട് ഇരിക്കുക എന്നതായിരുന്നു എൻ്റെയും ശീലം. അങ്ങനെ ഇരിക്കുന്നതാണ് കൂടുതൽ പ്രൊഡക്റ്റീവായി എന്നെ ഇരിക്കാൻ സഹായിക്കുന്നതാണ് ഞാൻ കരുതിയിരുന്നത്. എൻ്റെ ബേസിക് കാര്യങ്ങളായ ഉറക്കം, ആഹാരം, ഡെയിലി എക്സസൈസസ്, അൺവാണ്ടഡ് സ്ക്രീൻ ടൈം ഒഴിവാക്കുക,
എന്നിവ വഴി എനിക്ക് കുറേയേറെ മാറാനായി. ഒരു ദിവസം കൊണ്ട് എനിക്ക് മാറാനായിട്ടില്ല, കുറേ ടൈം എടുത്താണ് ഞാൻ മാറിയത്. പക്ഷേ കുറേ നാളുകൾ കഴിയുമ്പോൾ ഞാൻ പ്രൊഡക്റ്റീവ് ആയിരിക്കാനായി എന്നെ തന്നെ എനിക്ക് ഫോഴ്സ് ചെയ്യേണ്ടതൊന്നും വന്നിട്ടില്ല. എനിക്കെന്നെ തോന്നി തുടങ്ങി, ഇപ്പോൾ എനിക്കിത് ചെയ്ത് തീർക്കണം എന്നെനിക്കെന്നെ തോന്നി തുടങ്ങി. അതൊരു ഹാബിറ്റാണ് യഥാർത്ഥ ചലഞ്ച് എന്നാൽ നമ്മുടെ ഷെഡ്യൂൾ മാനേജ് ചെയ്യുക എന്നതിലല്ല, നമ്മുടെ എനർജി എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിലാണ്. പ്രൊഡക്ടിവിറ്റി എന്നാൽ ആദ്യം നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യുക. പ്രൊഡക്ടിവിറ്റി തനിയെ വന്നോളൂ. ഞാൻ സാഗർ മുരളി, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കം ഇൻവെസ്റ്റർ ആൻഡ് എ പാർട്ട് ടൈം യൂട്യൂബർ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.